നസ്ര, ഞാൻ എപ്പോഴും ആദരവോടെ കാണുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ വളർന്നതിൽ ടാറ്റയ്ക്കുള്ള പങ്ക് മറ്റൊരു കമ്പനിക്കുമില്ല. എത്തിക്കൽ ബിസിനസ്സാണ് ടാറ്റയുടെ സൽപ്പേരിന് കാരണം. ടാറ്റ സകലരെയും ശ്വാസം മുട്ടിച്ച് എങ്ങനെയെങ്കിലും ലാഭമുണ്ടാക്കാനല്ല, തങ്ങളുടെ ലാഭത്തിനൊപ്പം രാജ്യം കൂടി വളരാനാണ് മുൻകൈയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെയുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ടാറ്റയുടെ പങ്ക് നിസ്തുലമാണ്. എന്നാൽ ഈ ആദർശശുദ്ധിയുള്ള ടാറ്റ തറവാട്ടിലെ പ്രധാനപ്പെട്ടവരൊക്കെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതോടെ ടാറ്റയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ള പ്രസ്ഥാനമായി മാറുന്നു എന്ന ആരോപണമുണ്ട്. ആരോപണങ്ങളുടെയൊക്കെ തുടർച്ചയാണ് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ ചന്ദ്രശേഖർ രാജിവെച്ച് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയത്. എങ്ങനെയും ലാഭമുണ്ടാക്കുക, ഉപഭോക്താവ് രണ്ടാമത് മതി എന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ തകർച്ച ആരംഭിക്കും. ടാറ്റ അത്തരമൊരു സാഹചര്യത്തിലാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധ്യമല്ല. ബ്രസീലിയൻ കമ്പനിയുമായി ചേർന്ന് ടാറ്റ മാർക്കോ പോളോ എന്ന പേരിൽ ഒരു ബസ് ഇറക്കുന്നു. 916 കാറ്റഗറിയിൽപ്പെട്ട വാഹനമാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള, കൂടുതൽ മൈലേജ് കിട്ടുന്ന ഏറ്റവും നല്ല വാഹനം എന്ന പേരിൽ ടാറ്റ പ്രൊമോട്ട് ചെയ്യുന്നു. നിരവധി ആളുകൾ ആ ബസ് വാങ്ങുന്നു. പക്ഷെ അവരെല്ലാം കുടുങ്ങിപ്പോകുന്നു. നിരന്തരം എൻജിൻ പ്രോബ്ലം, നിരവധി പ്രശ്നങ്ങൾ. ആരൊക്കെ ആ വണ്ടി വാങ്ങിയോ അവരെല്ലാം കുടുങ്ങിപ്പോകുന്നു. ടാറ്റ ഷോറൂമിൽ കൊണ്ട് കൊടുത്താൽ അവർ നന്നാക്കി തരും, നന്നാക്കി പുറത്തിറങ്ങിയാൽ വീണ്ടും കേടാവും. മാത്രമല്ല 6 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞിട്ട് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ വണ്ടി വാങ്ങിയവരെല്ലാം കുടുങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ ടാറ്റ സകല മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുന്നത് കൊണ്ടാവാം ആരും ഇതേക്കുറിച്ചൊരു വാർത്തയും കൊടുക്കുന്നില്ല. യോമി ദേവസി എന്നു പേരുള്ള ഒരു സ്വകാര്യ ബസ് ഉടമ ഇത് ഗൗരവമായി തന്നെ എടുക്കുകയും ഏതാണ്ട് 2.5 മാസം മുമ്പ് കൊച്ചിയിലെ ടാറ്റ ഷോറൂമിന് മുമ്പിൽ സമരം തുടങ്ങുകയും ചെയ്തു. 1.5 മാസം നീണ്ടുനിന്ന ഈ സമരം ആരും ഗൗനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കുരിശിൽ കയറി സമരം ചെയ്തുകൊണ്ട് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ആലുവ പറവൂർ റൂട്ടില് ആലങ്ങാട് സമീപം പ്രവർത്തിക്കുന്ന ടാറ്റയുടെ ഷോറൂമായ പോപ്പുലർ മോട്ടോഴ്സിന്റെ മുമ്പിലാണ് ഈ സമരം നടത്തി വരുന്നത്. ഒരുപാട് നാളായി ഞാൻ ഇതിന്റെ മുമ്പിൽ കിടന്ന് സമരം ചെയ്യണേ. ഏകദേശം 75 ദിവസത്തോളായി. ടാറ്റയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഇല്ലാണ്ടായതിനെ തുടർന്ന് ഞാൻ കുരിശുമേറി ത്യാഗോജ്വലമായ ഒരു സമരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടാറ്റയുടെ വാഹനം വാങ്ങിയതിന്റെ പേരിൽ 2 വർഷക്കാലം അളവിലായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ ഏർപ്പെട്ട് ഈ വണ്ടി സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവർക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ആയതുകൊണ്ട് കുരിശിലേറി ഞാൻ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണമെന്നും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ വണ്ടിയുടെ ഇന്ത്യയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. പുത്തൻ വണ്ടിയായിരുന്നു. ഗ്ലാസ് ഒക്കെ ഇവിടുത്തെ ജീവനക്കാരെന്നെ തല്ലി പൊട്ടിച്ചാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വീഡിയോ വൈറലാവുകയും നിരവധി ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കയച്ച സന്ദേശത്തിൽ പറയുന്നത് അയാൾക്കും ഈ പണി കിട്ടിയെന്നാണ്. ടാറ്റന്റെ ബസ് ഉണ്ടല്ലോ, ഭയങ്കര മിസ്റ്റേക്കാ. എടുത്തവരെല്ലാം പെട്ടുപോയി. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒരു 10 ഇഷ്യൂസ് ഇപ്പൊ ഞാൻ ഓൺലൈനിൽ കണ്ടു. 10 പേരോളം പേര് ഈ അടവും മുടക്കാൻ പറ്റില്ല, വണ്ടി വിൽക്കാനും പറ്റുന്നില്ല. ഇത് എന്റെയിലും ഉണ്ട് 2 ബസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറ്റി വെച്ചിട്ട് അടവടയ്ക്കുക. അതായത് ഒരു മാസം ഞാൻ ഏകദേശം 2 ലക്ഷം രൂപ ടാക്സ് അടക്കം ഓടാതെ വണ്ടിക്ക് വേണ്ടി ചെയ്യുന്ന പുതിയ വണ്ടിയാണ്. ഓടി നശിച്ച് ഇത്. പക്ഷെ ഇതൊന്നും ആരും ഒരു വാർത്തയോ ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടം പോലെ വണ്ടികളാണ്. അത് ടാറ്റ ഡീസന്റ് ആയിട്ട് പിന്നെ പുതിയ ഔട്ട്ലെറ്റും തുറക്കുന്നു, സാധനം വിൽക്കുന്നു. ഇത് പുതിയത് പിന്നെയും വിറ്റോണ്ടിരിക്കുകയാണ്. അവരൊരു കാര്യം ചെയ്യില്ല. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ കൊണ്ടിടും. 1 മാസം 1.5 മാസം ഇറങ്ങി പാടും. ഒരു ദിവസം ഓടും. ഒരു ദിവസം ഓടിക്കഴിഞ്ഞ് പിന്നെ 1 മാസം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 2 മാസമായ വണ്ടി റോഡിൽ ഓടിയത് വളരെ കുറച്ചാണ്. ഈ ബസ് വാങ്ങിയ മിക്കവർക്കും പണി കിട്ടിയിരിക്കുന്നു എന്ന് ഉറപ്പാണ്. ഇവരിൽ പലരും പരാതിയുമായി പോകുന്നുണ്ട്. ഇദ്ദേഹം മാത്രം ഇങ്ങനെ പ്രതികരിക്കുന്നു. എന്താണ് ഈ വാഹനത്തിന് കുഴപ്പമെന്ന് ഇയാൾ മറുനാടനോട് പറഞ്ഞത് കേൾക്കുക. ഈ വണ്ടി മേടിച്ചിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ഈ വർഷത്തിനിടയിൽ ഇവിടെ ഏകദേശം 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഓരോ വണ്ടി വെച്ച് 200 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ വന്ന് ഓരോ തവണ സർവീസ് ചെയ്ത് കംപ്ലൈൻറ്റ് തീർത്ത് തരാമെന്ന് പറയുന്നതോറും സർവീസ് ചെയ്ത് തന്നെ ഉണ്ട് ഇവർ. പക്ഷേ കംപ്ലൈൻറ്റ് മാറണില്ല. എന്തായിരുന്നു കംപ്ലൈൻറ്റ്? ഈ വണ്ടിയുടെ ആർട്ട് ബ്ലൂ സൈലൻസർ ആണ് ഇപ്പോൾ ഇതിന് വന്നെ. BS6 പുതിയ വണ്ടികളാണ് ഈ ആർട്ട് ബ്ലൂ സൈലൻസറിൻ്റെ അകത്ത് കട്ട പിടിക്കലാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ്. കട്ട പിടിച്ച് ഇതിൻ്റെ അകത്ത് ആർട്ട് ബ്ലൂ ഒഴിച്ച് കഴിയുമ്പോൾ ആർട്ട് ബ്ലൂ അത് കത്തിച്ച് കളയണം. ആ പ്രൊസീജിയർ ഇതിൻ്റെ അകത്ത് നടക്കണില്ല ഈ വാഹനത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ എൻജിന് ബലം ഇത് ടൈറ്റ് വരെയും ടർബോ ചാർജർ കത്തിപ്പോകാം.
അങ്ങനെ വണ്ടി പടപടാന്നും പറഞ്ഞ് വണ്ടി വഴിയിലാവണ ഒരു അവസ്ഥ. ജനങ്ങളെ വെച്ച് ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ടാറ്റയുടെ വണ്ടി വന്നേക്കാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പും പിന്നും മേടിച്ചേക്കുന്ന ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ CC മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നമുക്ക് 6 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും പറഞ്ഞ് ഈ വാഹനം തന്നിട്ട് ഈ വാഹനത്തിന് 4 കിലോമീറ്റർ മൈലേജ് മാത്രമാണ് കിട്ടുന്നത്. ഈ 1.5 കൊല്ലത്തിനുള്ളിൽ ഈ വാഹനം ഞാൻ ഏകദേശം ഒരു വണ്ടി 1,40,000 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞ്. ഈ 1,40,000 കിലോമീറ്റർ ഓടാൻ തന്നെ 2 വണ്ടിയും കൂടിയും ഏകദേശം 25,000 ലിറ്റർ ഡീസൽ ഞാൻ കൂടുതലായിട്ട് അടിച്ച് ഈ വാഹനത്തിന്. ഏകദേശം എനിക്ക് 50,000 ലിറ്റർ ഡീസൽ വേണ്ടടുത്ത് ഇവർ പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ 75,000 ലിറ്റർ ഡീസൽ, എനിക്ക് 25 ലക്ഷം രൂപയാണ് അതുവഴി മാത്രം നഷ്ടം വന്നത്. കൂടാതെ ഈ 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വാഹനം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കണം. ഈ വാഹനത്തിൽ ഇപ്പോൾ ആളുകൾ കയറൂല. കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെത്താൻ പറ്റുമെന്ന്, തിരിച്ചെത്താൻ പറ്റുമെന്ന് ആളുകൾക്ക് തന്നെ സംശയം തോന്നുന്ന പുതിയൊരു വണ്ടിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അത്രയ്ക്ക് അവസ്ഥ മോശമായതിൻ്റെ പേരിലാണ് ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിടാനുള്ള കാര്യം ഉണ്ടായത്. ഇങ്ങനെ ഗൗരവമായ ഒരു വിഷയം ഈ ബസ്സിനുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ടാറ്റയ്ക്കുണ്ട്. പക്ഷെ ടാറ്റ പറയുന്നത് ഞങ്ങൾ നന്നാക്കി കൊടുക്കാം, ഇയാൾ സമ്മതിക്കുന്നില്ല എന്നാണ്. ഇയാൾ ഈ വാഹനം അവിടെ ഇട്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന് കേസ് കൊടുത്തെങ്കിലും പോലീസ് ഇടപെടുന്നില്ല. ഇപ്പോഴും അയാൾ പ്രതിഷേധം തുടരുന്നു. ഇദ്ദേഹം മാത്രമല്ല, ഈ ബസ് വാങ്ങിയ പലരും ഈ ഗൗരവമായ ആരോപണവുമായി രംഗത്തുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ഈ വാഹനത്തിന് നിർമ്മാണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് പിൻവലിക്കുകയും ചെയ്യേണ്ട ബാധ്യത ടാറ്റ ഏറ്റെടുക്കണം. ഈ വാഹനം വാങ്ങിയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അല്ലെങ്കിൽ ടാറ്റ ഇതുവരെ ഉണ്ടാക്കിയ സൽപ്പേര് സ്വയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായി മാറും.